ഹേയ് ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഇത്തവണ ഹോസ്റ്റലിലാണ് ഓണം, വീട്ടിൽ പോയിട്ടില്ല. രാവിലെ അമ്പലത്തിൽ വന്നു. ഇതാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയുള്ള അമ്പലമാണ്. അത് കഴിഞ്ഞ് ഇന്ന് ഒരു ചെറിയ പൂക്കളം സെറ്റാക്കണം. റൂമിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസേ ഉള്ളൂ, അവിടെ ചെറിയൊരു പൂക്കളം സെറ്റാക്കണം. പിന്നെ ഞാൻ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിക്കണം. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വർഷത്തെ ഓണം. പൂക്കൾ ഞാൻ കുറച്ചൊക്കെ ഇവിടുന്ന് വാങ്ങിയായിരുന്നു, പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഇവിടുന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ പൂക്കളം ഇടുവാണ്, ഞാനും എൻ്റെ റൂംമേറ്റും കൂടി. കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുള്ളൂ, അത് വെച്ചിട്ട് നമ്മുടെ റൂമിൻ്റെ മുന്നിൽ കുറച്ചൊരു സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ പൂക്കളം ഇടുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ്. ഇതാ നമ്മളെ ഹോസ്റ്റലിലത്തെ യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ഉച്ചയ്ക്ക് സദ്യ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മളിത് നന്ദിനിയുടെ പാല് വാങ്ങി, പിന്നെ ഡബിൾ ഹോസിൻ്റെ പാലട മിക്സ് വാങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ കെറ്റിനിൽ പായസം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലട പായസം ഇല്ലാതെ നമുക്ക് എന്തായാലും ഓണമില്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്ത സദ്യ വന്നിട്ടുണ്ട്, സദ്യ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ സദ്യ. നമുക്ക് ഇത്രയും വിഭവങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹോംലി മീൽസ് എന്ന് പറഞ്ഞിട്ട് മലയാളികൾ തന്നെയാണ്, ആ ചേട്ടനും ചേച്ചിയും കൂടെ കൊണ്ടു തന്നതാണ്. 240 രൂപയാണ് ഈ ഒരു സദ്യയുടെ വില. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാർക്കൂടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഓണത്തിൻ്റെ ആ ഒരു മാജിക്കൽ ടച്ച് നമുക്ക് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓണം മീനിങ്ലെസ് ആണെന്ന് പറയാം. കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സെലിബ്രേഷൻ, ബട്ട് ഇറ്റ്സ് എ സിംബോളിസം ഓഫ് യൂണിറ്റി. അപ്പം ആ ഒരു കൂടിച്ചേരലില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് വൈബ് എന്തായാലും കിട്ടില്ല. പക്ഷേ ഇത്തവണ എന്തായാലും കുഴപ്പമില്ലായിരുന്നു. അടുത്ത തവണ എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാവാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം.